ഹായ്, മറ്റന്നാൾ വിഷു ആയതുകൊണ്ട് കണിക്കൊന്ന പറിക്കാവുന്നതാണ്. കണിക്കൊന്നയൊക്കെ പൊഴിഞ്ഞ് തീർന്നു. നാളെ പൂ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഇത് പറിച്ച് വച്ചേക്കാം. ഇപ്പോൾ ഞാൻ വാഴയില വെട്ടാൻ വേണ്ടി വന്നതാണ്, കണി വയ്ക്കാൻ വേണ്ടി. ബാക്കി സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ആയി, ഇനി ബാക്കി സെറ്റാക്കണം. അതിൻ്റെ ചില വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ചക്ക 2 അടത്തു. ഇതിലൊന്ന് നമ്മുടെ കട വാടകയ്ക്കെടുത്തവർക്കാണ്. ഇനി മാങ്ങ പറിക്കാം. തോട്ടയ്ക്ക് ഇത്തിരി വെയിറ്റ് ഉണ്ട്, 2 മാങ്ങ ഉണ്ട്, അത് പറിക്കാം. കടയിലത്തേക്ക് ചക്കയും മാങ്ങയും കുറച്ച് സാധനവും എടുത്ത് വെച്ചു, അത് പിന്നീട് അങ്ങോട്ട് കൊടുക്കാം. അമ്മ പറഞ്ഞു പേരയ്ക്കയും കൂടെ പറിക്കാൻ, വിളഞ്ഞില്ല. ഇതമ്മ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് മാങ്ങ. ഇതിന് കൊണ്ടയില്ല, കൊണ്ടയോടെ വയ്ക്കാവുന്ന രസം. ഞാൻ ഇന്നലെ പറിച്ച കണിക്കൊന്ന, വേറെ കണിക്കൊന്ന കിട്ടിയില്ല, കടയിലും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് കുറച്ചെടുത്ത് കൊടുക്കാം അമ്മയും അച്ഛനും പറഞ്ഞു. രാവിലെ തൊട്ടേ BSNL നെറ്റ്വർക്ക് ഇല്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ജിത്തുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് വഴിയിൽ പറഞ്ഞാണ്ടിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഉന്നം നോക്കി എറിഞ്ഞിട്ടു, പക്ഷേ എറിഞ്ഞതല്ല വീണത്. ഇനി കണി വയ്ക്കാനുള്ള മേശ വൃത്തിയാക്കി സാധനങ്ങൾ ഒരുക്കി വയ്ക്കട്ടെ. അച്ഛൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഇന്ന് വൈദ്യങ്കാവിൽ പരിപാടിയുണ്ട്, അപ്പം ഡാൻസിന് ഉപയോഗിക്കാനുള്ളതാണ് ഇത്. നൂല് വെച്ച് അഴിഞ്ഞു പോകാതെ കെട്ടാൻ പറഞ്ഞു, അങ്ങനെ കെട്ടി വെച്ചു. അങ്ങനെ പരിപാടി കാണാൻ അമ്പലത്തിലെത്തി. 6:30-ക്കാണ് പരിപാടി എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതുവരെയ്ക്കും തുടങ്ങിയില്ല. അമ്പലത്തിൽ ലൈറ്റിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ട്. സ്റ്റേജിൽ മാറ്റ് റെഡിയാക്കുകയാണ്. അങ്ങനെ 7 മണി കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങി. അമ്മയുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ അമ്പലത്തിൽ വിളക്കടകുന്നു. കുറച്ച് കഴിഞ്ഞ് കുട്ടികളെ പരിപാടിയുണ്ട്. ഇവർ 2-3 പരിപാടി കണ്ടിട്ട് വീട്ടിലോട്ട് പോകണം, കണിയൊരുക്കാനുണ്ട്. ആദ്യം സിമ്പിളായിട്ട് ടേബിളിൽ കണിയൊരുക്കാമെന്നാണ് വെച്ചത്, പിന്നെ അത് സ്റ്റെപ്പാക്കി വെച്ച് നമുക്ക് കണിയൊരുക്കാമെന്ന് വെച്ചു. അതിനുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ബോക്സിൻ്റെ പൊക്കം അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് വെച്ചു. അരിയും കോയിൻസും ഇടാനുള്ള തട്ടം വൃത്തിയാക്കി. കസവ് തോർത്ത് അഴുക്കാവാതിരിക്കാൻ വേണ്ടി പേപ്പർ വെച്ച് ബോക്സൊക്കെ മറച്ചു. അങ്ങനെ കണി വയ്ക്കാനുള്ള സ്ഥലം സെറ്റാക്കി. ഇനി ഓരോ സാധനങ്ങളായിട്ട് പറക്കി വയ്ക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി. ഇനി കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം. എന്നിട്ട് രാവിലെ കണി കാണാൻ നേരത്തെ കാണാം. ബൈ. രാവിലെ എണീച്ചു, കണി കണ്ടു. അപ്പോഴേക്കും ജിത്തു അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളിച്ചു. യൂട്യൂബ് ഇടാൻ വേണ്ടി കുറച്ച് ഷോർട്ട് എഡിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈദ്യങ്കാവ് അമ്പലത്തിലാണ്. അമ്പലത്തിലെ നാഗരകാവാണ് ഇവിടെ. നമ്മൾ തൊഴുതിറങ്ങി, ഇനി അടുത്തടുത്തോട്ട് പോകാം. ഹായ് ഗൈസ്, ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ജിത്തുവിൻ്റെ വീട്ടിൽ മയിൽ വന്നപ്പോൾ കിട്ടിയതാണ്. 2 ചോദിച്ചു വാങ്ങിച്ചതാ, അതെ തന്നിട്ട് പോയതാ? അപ്പം ചിരിച്ചു പോകാം. ഇപ്രാവശ്യവും ക്യൂ നിൽക്കാൻ പറ്റാ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട, എനിക്ക് എന്താ ദൈവത്തെ കാണുന്നത് യാതൊരു ആവശ്യം. കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു എൻ്റെ ക്യൂ. അവിടെ നിന്ന് ഇങ്ങോട്ടല്ലായിരുന്നു. 2 സൈഡിലുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട എനിക്ക് ദൈവത്തെ കാണുന്നില്ല. ഇങ്ങോട്ടില്ല. അങ്ങനെ നമ്മൾ പെരപ്പംകോട് അമ്പലത്തിൽ തിരക്കായത് കൊണ്ട് മടവൂർപ്പാറയിലേക്ക് വന്നു. ഉയരമെത്തിയപ്പോൾ ശ്വാസം എടുക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ചെറിയ വയ്യായ്മ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. കൈനീട്ടം കിട്ടി. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ വണ്ടിയിലാണ്. നമ്മളിപ്പോൾ തിരിച്ച് പെരുപ്പംകോട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ തിരക്ക് കുറഞ്ഞോ എന്ന് നോക്കാം. ഒരു കുറവുമില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കുളത്തിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ ചുറ്റും ആൾക്കാർ ഫോട്ടോ എടുക്കാനും പറ്റും. കാരണം ഈ അമ്പലക്കുളത്തിൻ്റെ നടുക്ക് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ച് കണിയൊരുക്കിയിരിക്കുന്നു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് മിസ്സായേനെ. അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും
ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.